ବହୁତ ହିଟ୍ ହେଇଛି ତାର ପ୍ରଚଣ୍ଡ ହିଟ୍ ହେଇଛି। പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി നാരകത്തോട് റോഡിലാണ്. IHRD സ്കൂളിൻ്റെ പുറയിലാണ്. ഇപ്പോൾ ഇന്ന് സ്കൂളിൽ പരീക്ഷ നടക്കുക. പക്ഷേ ഇവിടെ ടാറിങ് പണി മൂലം പിള്ളേർക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ മണവും അതുപോലെ പുകയെല്ലാം കൂടെ അങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ അവരൊരു പരാതി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് IHRD സ്കൂളിൽ പരീക്ഷ തുടങ്ങിയപ്പോഴത്തേനാണ് ഈ ടാറിങ്ങിൻ്റെ അവിടുന്ന് പുകയും അതുപോലെ തന്നെ ഈ ഇത് കത്തുന്നതിൻ്റെ മണവും എല്ലാം കൂടെ പരീക്ഷാ ഹാളിലേക്ക് അടിച്ചു കയറിയത്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അതുമൂലം അസ്വസ്ഥത വന്നപ്പോഴത്തേനാണ് അവർ സ്കൂളിൽ പരാതിപ്പെട്ടു. അന്നേരം അവിടുന്ന് സ്കൂളിൽ തന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഉടൻ തന്നെ അവിടെ ഓടി ചെന്നു. അന്നേരം അവരോട് കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. പക്ഷേ അവർക്ക് ആകപ്പാടെ പെട്ടുപോയി. കാരണം ഇതിൻ്റെ അകത്ത് നിറച്ചും ഈ ടാങ്കിൻ്റെ അകത്ത് മുഴുവൻ ടാറിട്ടിട്ട് അത് പെട്ടെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇതുപോലെ പഴുത്ത് നിൽക്കുകയല്ല. അവർക്ക് പെട്ടെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാനോ ഒന്നും പറ്റുന്നില്ല. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്കുള്ള വഴിയാണ് ടാറിങ് നടക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഓർത്ത് നമ്മുടെ PWD വർക്ക് ചെയ്യുന്നുണ്ട്, നാരകത്തോട് പുതുപ്പള്ളി റോഡ് മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട്, അതായിരിക്കും ഓർത്താണ് അവിടെ ചെന്നത്. അവരോട് പറഞ്ഞപ്പോൾ തന്നെ ആ കോൺട്രാക്ട് അന്നേരം തന്നെ ഇതിന് വേണ്ടി ശ്രമിക്കാൻ എന്നോട് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഇതുപോലെ കത്തി നിൽക്കുന്നത് അവിടുന്ന് പെട്ടെന്ന് നീക്കം ചെയ്യാൻ പറ്റുന്നില്ല. അത് തന്നെയല്ല, ഇതിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുന്നതും സ്കൂളിൻ്റെ സമീപത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ അന്നേരം പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു. അതുകൂടാതെ വാർഡിലെ മെമ്പർ അന്നമ്മയെ വിളിച്ചായിരുന്നു, അന്നമ്മ എബ്രഹാം. അന്നേരം അവർ രണ്ടുപേരും ഉടനെ വന്നേക്കാന്ന് പറഞ്ഞു. സ്പേസ് ഉള്ള സ്ഥലത്ത് അപ്പോൾ എത്രയും പെട്ടെന്ന് എനിക്കാണെങ്കിൽ കോട്ടയത്തിന് പോകണമായിരുന്നു. അത് കാരണം അവർ വന്ന് ഇതിന് തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ബുദ്ധിമുട്ടാണ്. അതെല്ലാം അവർ പറഞ്ഞപ്പോൾ തന്നെ ഇവരെല്ലാം പെട്ടെന്ന് നീക്കം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഇത് പകർത്തിയെടുക്കുമ്പോഴത്തേനാണ് ഇതിന് കൂടുതൽ പുക വരുന്നത്. അതുപോലെ ഇത് ഭയങ്കര കെമിക്കലല്ല. നമുക്കവിടെ നിന്നപ്പം തന്നെ നമുക്കും ശ്വാസം മുട്ടൽ തുടങ്ങി. കാരണം അവിടെ നിന്നവരെല്ലാം ടവലൊക്കെ മുഖത്ത് കെട്ടിക്കൊണ്ടാണ്. അത്രയ്ക്കും കെമിക്കലല്ല ഇത് ഉരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പരീക്ഷാ ഹാളിലേക്കൊക്കെ അതുപോലെ രാവിലെ ഒരു പരീക്ഷയുണ്ട്, അത് തീരുമ്പം 12 മണിയാകും. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് പിന്നെയുണ്ട്. IHRD സ്കൂളിലേക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. കാരണം അതിൻ്റെ കെട്ടിടങ്ങളെല്ലാം ഇതിന് സമീപത്താണ്. അതുപോലെ തൊട്ട് സമീപത്ത് തന്നെ VHSC ഉണ്ട്. ഹീറ്റായി കിടക്കുന്നതല്ലേ, നമുക്ക് വലിക്കാൻ പറ്റൂല. ഈ മെഷീൻ അന്നേരം എങ്ങനെയോട്ട് നീക്കം ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലേ. എന്നാ പോകുമ്പോഴേ എന്നാ ഈ അതുകൊണ്ട് ഇവിടെ എല്ലാം പിള്ളേർക്ക് ഇത് വേണ്ട. നിങ്ങൾക്ക് കാണാം പിള്ളേർ അവിടെ ഇരുന്ന് പരീക്ഷ എഴുതുന്നതാണ്. കണ്ടോ, ടീച്ചർമാരും എല്ലാം ഉണ്ട്. പരീക്ഷ എഴുതുന്നുണ്ടോ? കോണ്ടാക്ട് ഈ പുള്ളി മാത്രമാണ്. ഇത് അറിയാം, പുള്ളിയോട് ഞാൻ വിവരം പറയാം. ഇത് പഞ്ചായത്തിന്റെ പ്രസിഡന്റാ. അവിടെ പിള്ളേർക്ക് പരീക്ഷ എഴുതാനൊക്കെയല്ല. അതുമല്ല, മെറ്റിലൊക്കെ ആ ചിപ്സാരാ അങ്ങനെ ഇറക്കിയിട്ടിരിക്കുന്നത്. ഇത് ഞാൻ ആദ്യം ഓർത്ത് PWD വർക്കാന്ന് ഓർത്ത്. പക്ഷെ ഇതിപ്പോ പ്രൈവറ്റ് റോഡല്ലേ. അല്ല, ഇത് പ്രൈവറ്റ് അല്ലേ. അപ്പൊ അത് അവര് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അല്ല, വണ്ടിയിൽ വന്ന് കയറി നല്ല അപകടം ഉണ്ടായാലോ. പ്രസിഡന്റ് വന്നപ്പോൾ തന്നെ കാര്യത്തിനൊക്കെ പെട്ടെന്ന് തീരുമാനമായി. അതുപോലെ തന്നെ അവരെ മിറ്റിൽ കൂട്ടിയിട്ടിരിക്കുന്ന വഴിയിലോട്ടാണ്. അപ്പോൾ അത് നീക്കം ചെയ്യാൻ പ്രസിഡന്റ് പറഞ്ഞു. ഞാൻ അവിടുന്ന് പോരുന്ന സമയത്താണ് മെമ്പർ അന്നമ്മ എബ്രഹാം അവിടെ വന്നത്.